ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ് സുബാൽ. ഹായ്. ഇന്ന് രാവിലെ തന്നെ പിന്നെയും സിസ്റ്റേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എവിടെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് പോകാൻ. അപ്പോൾ വേഗം മോൾക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ മോൾ എന്നോട് പറഞ്ഞു ഞാൻ കറി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതാ ഓൾ ഉള്ളി ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷീസ് വെരി സ്ലോ. കാരണം ഓൾ ആദ്യമായിട്ടാണ് ഇതിൽ ഉള്ളി കട്ട് ചെയ്യുന്നത്. ഒക്കെ അറിയില്ല. ഉമ്മ ചെയ്യണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഉമ്മ ചെയ്യണ്ട, ഞാൻ ചെയ്യും, ഫുള്ള് ഞാൻ തന്നെ ചെയ്യും. പക്ഷെ ഇതെവിടെ എത്തുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഞാൻ തന്നെ ചെയ്തു കൊടുക്കാം. ഓളാണ്. അപ്പോൾ ഓൾക്കത് പറ്റാത്തത് കൊണ്ട് ഉള്ളി ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളായിട്ട് ശേഷം വളരെ ശ്രദ്ധിക്കുന്നത്. ഭയങ്കര മൂർച്ചയാണ്. കൈ മുറിഞ്ഞ പോലെ ഇരിക്കും. ഇതൊന്നും കഴിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയും നെയ്ച്ചോറും ചിക്കൻ ഫ്രൈ ആണ്. അതിവിടെ ആക്കി വെച്ചാൽ പിന്നെ പോയി വന്നാൽ എനിക്കത് തിന്നുകയും ചെയ്യാം. ഇപ്പോൾ പോകുമ്പോൾ തിന്ന 2 നേരത്തേക്ക് ആക്കിയിട്ട് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, നമ്മൾ തിളക്കണം. സ്പൂണോടെ ഞാൻ ഇവിടെ ഉമ്മക്ക് സ്പൂൺ എടുത്തിട്ട് പോയതാണ്. നമ്മളിപ്പോൾ ഇവിടെ പൊടികളൊക്കെ ഇട്ട് കറി ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഉമ്മ വ്ളോഗറായതിന് ശേഷം ഉമ്മ ഭയങ്കര ബിസി, കുറച്ച് ഇതുമാണ്, എന്താ അറിയില്ല, ഉമ്മ വല്ലാണ്ട് ബിസിയാണ്. ഉമ്മനെ ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ല. ഇപ്പോൾ സിസ്റ്റേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഉമ്മനെ കിട്ടുന്നേ ഇല്ല, നമുക്കെല്ലാവർക്കും കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഞാനാണ്. ബിക്കോസ് ഉമ്മ ഇനി പോകുമ്പോൾ ഞാൻ ഉമ്മ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ഉമ്മ പറഞ്ഞത്. അതുകൊണ്ടാട്ടോ ഉമ്മ ഉണ്ടാക്കാൻ പഠിപ്പിച്ചിരുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ഉമ്മാൻ്റെ ഇത്. വ്ളോഗറായതിനു ശേഷം കുറച്ചൊക്കെ ഉമ്മ മാറിയിട്ടുണ്ട്. ഉമ്മ കുറച്ച് കൂടുതൽ വൈബും എല്ലാം വന്നിട്ടുണ്ടെങ്കിലും ചിൽ മോമാണ്. അപ്പോൾ ഇവിടെ ചിക്കൻ കറി തിളക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കണം, ലൈക്ക് ഒരു ഹെൽപ്പും ഇല്ലാണ്ട് ഉണ്ടാക്കണം. ബിക്കോസ് ഇനി ഉമ്മ പോകുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ തിന്നണോ, ഉമ്മക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഇനി അടുത്ത ഉണ്ടാക്കലെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ തിന്നാൻ ഇങ്ങനെ പോകും. ഉമ്മ പോകുമ്പോൾ ഞാൻ പട്ടിണിയായി പോലെ. അപ്പോൾ ഉമ്മയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറ് ഉമ്മ വെള്ളമെല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ പൊരിക്കാനവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. എനിക്ക് ഇന്നലെ എക്സാം ചെയ്യുന്നു. അപ്പോൾ എക്സാം ഞാൻ പോയ പാടെ ഉമ്മ റെഡിയാവാൻ തുടങ്ങി. എന്നിട്ട് ഉമ്മ പറഞ്ഞ് അല്ലെങ്കിൽ നീ ആടെ പോയിക്കോ എന്നല്ലേ പറഞ്ഞിട്ടാണ് പോയെ. എനിക്ക് സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ വീട്ടിൽ തന്നെ വരുന്നതാണ് ഇഷ്ടം. അപ്പോൾ ചിലപ്പോൾ ഞാൻ വീട്ടിൽ കീ എടുക്കും. അപ്പോൾ അങ്ങനെ എല്ലാം ഇപ്പം ചെയ്യുന്നത്. ഉമ്മ ഇപ്പോൾ സിസ്റ്ററിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ സ്കൂളിൽ നിൽക്കാനും പോകുന്നതാണല്ലോ. ഞാനിന്ന് വിചാരിച്ച് കാറ് കഴുകുക. അന്നേരം ഉമ്മ പറഞ്ഞ് ഞാൻ എണീച്ചാടൻ്റെ ഉമ്മാനോട് പറഞ്ഞേ. ഉമ്മ പറഞ്ഞ് ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നാൽ നിൻ്റെ ഫോൺ ഞാൻ വിളിച്ച് ചാടാൻ പോകുന്നത്. അന്നേരം ഞാൻ ഉമ്മാനോട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് കാറ് കഴുകാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഫോണിൽ കുറച്ച് നേരം കഴിഞ്ഞ് നേരം ബോറടിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കാറ് കഴുകാൻ. അന്നേരം ഉമ്മ പറഞ്ഞ് ഇല്ല ഞാനിന്ന് സിസ്റ്റേഴ്സ് ഡേന് പോകുന്ന. ഞാൻ പറഞ്ഞേ അതും ആവും, പിന്നെ ഞാൻ ഇന്ന് സിസ്റ്റേഴ്സ് ഡേന് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞേ എന്നാൽ പിന്നെ ആ ബോറടിക്കുള്ള റീസണും പോയി. അപ്പോൾ ഉമ്മക്ക് ഇപ്പോൾ ബോറടിയില്ല. വ്ളോഗും സിസ്റ്റേഴ്സ് ഡേ ആയിട്ടും ഇങ്ങനെ കുക്കിംഗ് ആയിട്ടും മോളെ കുക്കിംഗ് പഠിപ്പിക്കണ്ടേ, അതിനുള്ള സമയം കൂടി പോകുന്നുണ്ട്. ഉമ്മക്കിപ്പോൾ സമയം പോകുന്നത് തിരിയുന്നില്ല അല്ലേ ഉമ്മ? ടൈമില്ല. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇത്രക്ക് ദിവസം മുഖപത്തി നടക്കുന്നുണ്ട്. ബിക്കോസ് എനിക്കിങ്ങനെ വീഡിയോയിലൊന്നും വരാൻ അത്ര ഇതില്ല. അതുകൊണ്ടാണ്. പിന്നെ ഉമ്മ എന്തായാലും പറഞ്ഞു നീ എന്തെങ്കിലും കളിക്കുന്ന മുഖപത്തി കളിക്കുന്നതെന്നല്ല പറഞ്ഞു. അന്നേരം ഞാൻ പിന്നെ വീഡിയോയിൽ വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ മുഞ്ചായിട്ട് നടക്കാനേ പറ്റുന്നുള്ളൂ.
അതായത് ഉറങ്ങുമ്പോൾ വരെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ മുഖം പൊത്തിയിട്ടാണ് ഇപ്പോൾ ഉമ്മ ഇരിക്കുന്നിടക്കല്ല ഇരിക്കണേ. അപ്പോൾ ഇപ്പോൾ എന്തായാലും മുഖം വന്നുകൊണ്ട് ഇനി മൊഞ്ചായിട്ട് നടക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ മൊഞ്ചായിട്ടൊന്നുമില്ല, ഞാൻ വെറുതെ മുടി ഇട്ടിട്ടുള്ളൂ. രാവിലെ എണീച്ചോടാ, അതുകൊണ്ട് മൊഞ്ചാവാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ഇവിടെ എല്ലാം റെഡിയാവാനായി. ഉമ്മ ചോറിട്ട് അരി ഇട്ട് പോലും ചോറ് കുക്കറിലിട്ടിട്ട് കുക്കർ കൂട്ടി ചിക്കൻ കറി അവിടെ നിന്ന് തിളക്കുന്നുണ്ട്. ഓ മൈ ഗോഡ്, ചിക്കൻ പൊരിച്ചതുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കിയതാണ്, ഉമ്മ ചിക്കൻ പൊരിച്ച വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കിച്ചൺ വിശേഷം. ഇനി കിച്ചൺ വിശേഷം മാത്രമല്ല, 5th ഡേയും കൂടിയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ പൊരിച്ചതും ചോറും ചിക്കൻ കറിയും ആയിട്ട് കാണാം. അപ്പോൾ എന്നിട്ട് എൻ്റെ ഉമ്മ വീഡിയോ ടേക്ക് ഓവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഗായ്സ്, ഉമ്മ ഇവിടെ ഇത് റെഡിയായി. ഉമ്മക്ക് വേറെ പാത്രത്തിലൊന്നും എടുത്ത് വെക്കാനല്ലേ, ഇടാൻ ടൈമില്ല. ഉമ്മക്ക് ഇനി പോകണം, 5th ഡേന് പോകണം. അപ്പോൾ ഇവിടുത്തെ കിച്ചണിൻ്റെ ഭയങ്കര ഇതില്ലെങ്കിലും അലങ്കോലല്ലെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ കുറച്ചെങ്കിലും വൃത്തി വേണ്ടേ. അതാണ് ഇപ്പം പറഞ്ഞ് മൊഴി എടുത്ത് വെക്കുന്നത്. അതന്നെ മൊഴി എന്തെങ്കിലും നല്ല ചിക്കൻ പൊരിച്ചാന്ന് തോന്നുന്നു കണ്ടിട്ട്. നല്ല ചിക്കൻ കറിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കറി വയ്ക്കുകയാണ്. പുക പോകുന്നത് കണ്ടോ നിങ്ങൾ? ഉമ്മാൻ്റെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ സ്കൂളത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ലൈന് നിൽക്കും ഉമ്മാൻ്റെ ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ചിക്കൻ പൊരിച്ചത്. എനിക്ക് തനി പീസാണ് ഇഷ്ടം, ഉമ്മക്ക് ലെഗ് പീസും. അപ്പം നമ്മൾ രണ്ടാളും ഒന്നിനും ഫൈറ്റ് ചെയ്യാണ്ട് തിന്നാം. നല്ല സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി നമ്മുടെ വീട് മുന്നോട്ട് പോകുന്നുണ്ട്. അതെ അതെ, എൻ്റെ ഇക്കാക്ക പിന്നെ ഇത് തിന്നു ചിക്കൻ കറി. പക്ഷെ രണ്ടാക്കും ഭയങ്കര നിർബന്ധമൊന്നുമില്ല. ഇക്കാക്ക കിട്ടിയാ കിട്ടി അതന്നെ. അച്ചാറ് നല്ല എന്ത് അച്ചാറ്? നാരങ്ങ അച്ചാറാണിത്. നിങ്ങൾക്കിത് കാണുമ്പോൾ വായിന്ന് കൊതി വരുന്നുണ്ടോ? അതെ അതെ, താഴെ കമന്റ് ചെയ്യുക. വത്തക്കയുമുണ്ട്, ചോറും സെറ്റാണ്. അപ്പോൾ ഓക്കെ, സെറ്റ്, ബൈ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ പോക്ക് തുടങ്ങി. നമ്മൾ ഇന്നലത്തെ അതേ ആൾക്കാരുണ്ട്, 4 ആളുണ്ട്. ഞാനുണ്ട്, ഉച്ചയുണ്ട്, ഷൊബൂത്തുണ്ട്, ബാക്കിൽ ഫെമീത്തയുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് കൂത്തുപറമ്പ് നിലാമുറ്റം പള്ളിൻ്റെ അടുത്ത് ഏതോ വാട്ടർഫോൾസ് ഉണ്ട്, ഇരിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് ഏകദേശം നിലാമുറ്റം പള്ളിൻ്റെ അടുത്താണ്. നിലാമുറ്റം പള്ളിയിൽ കുറേ കഥകളുണ്ട്. കാരണം നിലാമുറ്റം പള്ളി രാത്രിയും പകല് പോലെ വെളിച്ചം ഉണ്ടാവും, നിലാവുണ്ടാവും. അതുകൊണ്ടാണ് നിലാമുറ്റം പള്ളി എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ വവ്വാലിനെ നമ്മൾ കണ്ടെത്തും. നിങ്ങൾക്ക് നിലാമുറ്റം വഴിയാണ് ഞാൻ പോകുന്നതെങ്കിൽ തീർച്ചയായും നിലാമുറ്റം പള്ളി ഞാൻ കാണിച്ചു തരും. അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്തെല്ലാം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാം ചെയ്താലേ എനിക്ക് ഇനിയും നിങ്ങൾക്ക് എടുത്ത് തരാൻ പറ്റൂ. കാരണം നിങ്ങൾക്ക് അത് ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ അറിയണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണ്ടേ നിങ്ങൾ? ഞാൻ മാത്രമേ ചെയ്താൽ പോരാലോ. എന്താ ഉച്ചിന്റെ അഭിപ്രായം? തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, എന്നാലേ ഇപ്പൊ നമ്മൾ അറിയുള്ളൂ. ബെല്ലൈക്കൺ അമർത്തുകള്. ഇനി നമുക്ക് നിലാമുറ്റം പള്ളിനെ പറ്റി ഫെമീത്താക്ക് പറയാൻ എന്താ ഉള്ളതെന്ന് നോക്കാം. നിലാമുറ്റം പള്ളി നല്ലത്, കാരണം ഏത് ടൈമുമാണ് വിളിച്ചുണ്ട്. പിന്നെ ആണെങ്കിൽ എല്ലാവരും ലിസ്റ്റാണ് സബ്സ്ക്രൈബ് ചെയ്യുക, മെയിൻ ആയിട്ട് അതാണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കമന്റ് ചെയ്യുക, ഓളെ എല്ലാവരും വിജയിപ്പിക്കുക. നിങ്ങളാണ് എന്റെ സപ്പോർട്ട്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോ ഞാൻ ഈ വീഡിയോ എടുക്കല് നിർത്തും. കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ, എന്നിട്ട് നല്ല നല്ല കണ്ടന്റ് ഞാൻ ലിസ്റ്റിനൊക്കെ അയച്ചു തരും.
എനിക്ക് ആരെ കണ്ടന്റിന്റെ ആവശ്യമില്ല ഗൈസ്. നമ്മള് ഫാമിലി തന്നെ ഭയങ്കര വൈബാണ്, നമ്മൾ സിസ്റ്റേഴ്സ് തന്നെ ഭയങ്കര വൈബാണ്. അതിന് പ്രത്യേകിച്ച് കോണ്ടന്റിന്റെ ആവശ്യം അതൊന്നുമില്ല. അപ്പോൾ നമ്മളിനി യാത്ര തുടങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം തലശ്ശേരി ടൗൺ എത്താനായി. അപ്പൊ എന്റെ ബ്ലോഗ് അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ ഏകദേശം കതിയൂർ റോഡിലേക്ക് കയറി. ഇതാണ് ഇവിടെ ഇപ്പോൾ റോഡെല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. പക്ഷെ വാഹനങ്ങളുടെ ഇടങ്ങാറുണ്ട്, സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കുണ്ട് റോഡ്. എന്നിട്ട് എപ്പാണ് നമ്മൾ അവിടെ എത്താന്നറിയില്ല. ഇന്നത്തെ ഉച്ചിന്റെ ഡ്രൈവിംഗ് ഉച്ചക്ക് എന്തെല്ലോ പറഞ്ഞിട്ടിരുന്ന് അടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ അങ്ങനെ പെട്രോൾ പമ്പിൽ എത്തിയിരിക്കുകയാണ്. യെസ്, പെട്രോൾ കഴിഞ്ഞു. അങ്ങനെ പെട്രോൾ അടിച്ച് പിന്നെ നമ്മളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, കണ്ടോ ഞങ്ങളുടെ വഴി കണ്ടോ, അടിപൊളി സൂപ്പർ വഴിയാണ് ഇത്. എന്താ പറയാ, കണ്ടിട്ട് പൂതി മാറുന്നില്ല. യെസ്, വാവ്, അടിപൊളി സൂപ്പർ. അങ്ങനെ ഗൈസ് നമ്മൾ പോകുന്നൊരു വഴിയാണിത്. ഇത് കണ്ട, ഇത് വീണിട്ടുണ്ടെങ്കിൽ പൊടി പോലും കിട്ടൂല ഗൈസ്, പൊടി പോലും കിട്ടൂല. കണ്ട, ഇജാതി കുരുത്തം കെട്ട മരം കയറി പെണ്ണിനെ ഞങ്ങൾ എവിടെ കണ്ടു കിട്ടും. കേറി കേറി, എന്നിട്ട് വീഴണോ? ഇതെല്ലാം ഫോട്ടോ എടുക്കാൻ പോകുന്നതാണ് ഗൈസ്. വീണ പൊടി കിട്ടുമോന്ന് അറിയില്ല. അങ്ങ് താഴെ ഊരിണ്ട് പണ്ടാരടങ്ങും ഗൈസ്. ഇന്നത്തെ വഴിയാണിത്. വാവ്, വീണ് ഒന്ന് അല്ലാഹുവേ, ഇതാ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൽ പോകാൻ വേണ്ടി. നമുക്ക് നോക്കാം. വെള്ളച്ചാട്ടം ഉണ്ടോ? നമ്മളങ്ങനെ ഇതാ വെള്ളച്ചാട്ടത്തിന്റെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. സൂപ്പർ വെള്ളമാണ് ഗൈസ്, സൂപ്പർ വെള്ളം. പക്ഷെ കുറച്ച് വഴി ബുദ്ധിമുട്ടാണ്, വെരി ഡിഫിക്കൽട്ട്. അങ്ങനെ ഗൈസ് നമ്മളിതാ വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കെ ഇവിടെ ഒരു പള്ളിയിലെ മാവുമ്മൽ കണ്ട മാങ്ങ കണ്ടിട്ട് വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. മെല്ലനെ ഒരു 3-4 പരിക്കാട്ട് അവനോടിക്കാം. അങ്ങനെ ഇവിടെ എത്തി. ഒരുപാട് മാങ്ങ ഉണ്ട് ഇതിന്റെ മേലയിൽ. ഉച്ചി ഈ കൊല കിട്ടു, ഉച്ചി ഈ കൊല കിട്ടാ. ഓക്കെ, ഒരു മിനിറ്റ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ഒരു ടീ ഷോപ്പിലെത്തിയിരിക്കുകയാണ്. ടീ മാർക്ക്. ഈ വീടിന്റെ പേരെന്താ? എന്താണ് ഈ വീടിന്റെ പേര്? ഉള്ള പോലെ എനിക്ക് മധുരമുള്ള ഒന്നുമില്ല. എനിക്കൊരു ഉന്നക്കായി. ജ്യൂസ് എന്താ ഉള്ളത്? നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന സ്ഥലത്തുള്ള വൈബാണിത്. അടിപൊളി വൈബ്. വാവ്, സൂപ്പർ ഗൈസ്. സത്യത്തിൽ നല്ല ടയേർഡായി, ഭയങ്കര തലക്കടി കൊണ്ട് പോലെ ഉണ്ട്. ഞാനൊരു ഹോർലിക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കുടിച്ചിട്ട് ബാക്കി. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെത്തി. കല്ലുമ്മക്കായി ഉണ്ട്, ഉന്നക്കായി, മുട്ട ഉണ്ട്. എനിക്ക് ഹോർലിക്സ് ആണ് വേണ്ടത്. ഹോർലിക്സ് കിട്ടു, ഹോർലിക്സ്. ഗൈസ് നിങ്ങൾ കണ്ടോ, എൻ്റെ മോളിൽ ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് വന്ന് നോക്കുമ്പോൾ കുറച്ച് ക്ഷീണം പിടിച്ചുപോയി. ഉള്ള മാങ്ങ ഇതെല്ലാം പറിച്ചിട്ട് ഞാൻ മാങ്ങ ടേബിൾ മേലെ വെച്ച് പോയിട്ട് കുറച്ച് കിടന്നതാണ്. തിരിച്ച് വന്ന് നോക്കുമ്പോൾ ഓളിതുന്നുണ്ടാ ഇങ്ങനെ പുളിയും ചെറുങ്ങനെ മുറിച്ചിട്ട് മുളകും പുളിയെല്ലാം ഉപ്പെല്ലാം ഇട്ടിട്ട് ആക്കീന്. തന്നോട് പറയാണ്ട് തിന്നുന്നു ഗൈസ്. ഞാൻ വന്ന് നോക്കിയപ്പോൾ നല്ല അടിക്കുന്നോള്. എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചു. നല്ല എന്നോട് പെട്ടെന്ന് ഞാൻ ഉറങ്ങി എണീച്ച് വന്നോണ്ട് സെറ്റായി. വന്ന ക്ഷീണത്തിൽ കിടന്നതായിരുന്നു. അനിയൊരു വാങ്ങണ്ട, ഞാൻ കൊണ്ടാന്ന് നിനക്കറിയാലോ.
അപ്പോൾ ഗായ്സ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. കുളിയെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോഴാണ് എൻ്റെ മോള് ഇതുണ്ടാക്കി തിന്നുന്നത് കണ്ടത്. അപ്പം എല്ലാം കഴിഞ്ഞു. എൻ്റെ മോള് നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അത് അവളുടെ ഒരു മകളുടെ രോദനമാണ്, ഉമ്മാനെ കിട്ടാത്തതിനുള്ള വിഷമം. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പറ്റുമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് വീഡിയോ ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ബൈ.